എല്ലാം ശരിയാകണം. പക്ഷേ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഓർത്തിരുന്നത് ഫെബ്രുവരി മാസത്തിൽ എൻ്റെ DL ശരിയായി, ഏപ്രിൽ മാസം വരെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലോട്ട് നോക്കാം. തമ്പുരാനായിട്ട് ഞാനൊരു നൈറ്റ് കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു സ്വപ്നം വന്നു. ഇറ്റ് ഈസ് വെരി നീഡ്ഫുൾ എന്ന് പറഞ്ഞ് നീ ആ മെയിൽ അയക്കുക. ആ മെയിലിൽ അയച്ചേക്കുന്ന കവറിങ് ലെറ്ററിൻ്റെ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ആ സെൻറ്റൻസിനോട് യാതൊരുവിധ ബന്ധവുമില്ല. ഇറ്റ് ഈസ് വെരി നീഡ്ഫുൾ. വായിക്കുന്നവരവർക്ക് ഈ കുട്ടി എന്ത് മണ്ടത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്ന് ഇറ്റ് ഈസ് വെരി നീഡ്ഫുൾ എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു. പ്രിയമുള്ളവരെ, എനിക്ക് 5 മിനിറ്റിനുള്ളിൽ ആ ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. ആ ഏജൻസി തന്നെ എന്നെ 1 വീക്ക് മുമ്പ് വിളിച്ചിരുന്നു. കുട്ടിയുടെ CV അക്സെപ്റ്റ് ചെയ്യത്തില്ല, കുട്ടി വർക്ക് ചെയ്യുന്ന ഏരിയ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ മെയിൽ അയച്ചതിന് പകരം റിപ്ലൈ ആയിട്ട് എന്നെ അവർ വിളിച്ചു. ഞാൻ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ അങ്ങനെ ദുബായിൽ പോയി ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നിങ്ങൾക്കറിയാം, അയർലൻഡിലോട്ടൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വിളിക്കണമെങ്കിൽ അവർ പറയുന്ന ക്രൈറ്റീരിയ 100+ എബോവ് ബെഡ് കപ്പാസിറ്റി. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു എക്സ്റ്റൻഡഡ് പ്രൈമറി ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സെൻ്റർ ആണെങ്കിൽ പോലും അവിടെ 39 ഒരു കൗണ്ട് ചെയ്താൽ പോലും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു എനിക്ക് അയർലൻഡിൽ പിന്നെ അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ 4 years മിനിമം കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഇൻ ആ ഹോസ്പിറ്റലിൽ തന്നെ. ഇത് രണ്ടും നോക്കുമ്പം എനിക്ക് ഒട്ടും യോഗ്യതയില്ല. ഞാൻ അവിടെ മസ്കറ്റിൽ വന്നിട്ട് 2 year ആകുന്നേ ഉള്ളൂ. ബെഡ് കപ്പാസിറ്റി ഇല്ല, ഇയറിൻ്റെ എക്സ്പീരിയൻസും ഇല്ല. എൻ്റെ ഒരു മാതാവായിട്ട് ഇടപെട്ട് പ്രിയമുള്ളവരെ, ഞാൻ അങ്ങനെ അയർലൻഡിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ പാസ്സായി. ഇപ്പം ഞാൻ അവിടെ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ലീവിന് വന്നതാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി. മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും പിതാവായ ദൈവത്തിനും ഒരുപാട്